ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടാക്കുകയാണ്, ചിക്കൻ പുലാവ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. നമുക്കതിനായിട്ട് 1 കിലോൻ്റെ അടുത്ത് ചിക്കൻ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബസ്മതി റൈസാണ് യൂസ് ചെയ്യണത്. 2 കപ്പ് ബസ്മതി റൈസ് ഞാൻ വെള്ളത്തിൽ ഒരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മല്ലിയില, ഒരു 4 പച്ചമുളക്, പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ്, പിന്നെ ജീരകം കൂടി നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ ഒരു റെസിപ്പി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. കാരണം പെട്ടെന്ന് നമുക്ക് എന്ത് ഉണ്ടാക്കണം എന്ന് ആലോചിക്കുമ്പം ഇത്തിരി ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമുള്ളത് ഈ കാണുന്ന വെല്ലുള്ളിയാണ്. 2 വെല്ലുള്ളി, അതേപോലെ 2 പഴുത്ത തക്കാളി, ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നെയ്യൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു ബേ ലീവ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 സിനമൺ സ്റ്റിക്ക്, കുഞ്ഞു കഷ്ണമാണ് കേട്ടോ. പിന്നെ ഒരു 3 ഗ്രാമ്പു നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ 2 ഏലക്കായ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു സ്മെല്ലൊന്ന് ഇതാവുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ച് നമ്മുടെ വെല്ലുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആവണം. ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആവുന്നത് വരെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് 2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴുത്ത 2 മീഡിയം സൈസ് തക്കാളി. അടിക്ക് ചെറുതായിട്ട് പിടിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ പേടിക്കേണ്ട. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുമ്പോഴേക്കും ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സംഭവമൊക്കെ അങ്ങോട്ട് ഇളകി പോകുന്നുള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള പ്യൂരി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നല്ലൊരു മണമൊക്കെ നമുക്ക് വന്നു തുടങ്ങും കേട്ടോ. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല കട്ടിയായിട്ടുള്ള യോഗേർട്ടാണ്. ഇതിലധികം പുളി കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തൈരാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഈ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു പുലാവിന് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് നന്നായിട്ട് ആഡ് ചെയ്ത് ഇതെല്ലാം യോജിപ്പിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ്സ് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു 800 to 1 kg അടുത്താണ് ഈ ചിക്കൻ വരുന്നത്. എല്ലാം മീഡിയം പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്ന് ഇട്ട് കൊടുത്ത് ഈ ഒരു മസാലയായിട്ട് ഈ ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ എത്രയാണോ നമുക്ക് ഉപ്പ് ആവശ്യമുള്ളത് സോൾട്ടും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2 to 3 മിനിറ്റ്സ് ഇളക്കിയതിന് ശേഷം നമ്മളിനി ഇതിലോട്ട് 3 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 കപ്പാണല്ലോ നമ്മൾ ബസ്മതി റൈസ് എടുത്തത്. അപ്പം ഇതിലോട്ട് നമുക്ക് 3 കപ്പാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് 1 കപ്പിന് 1.5 അതിൻ്റെ അളവിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് ഒഴിച്ചു കൊടുത്ത് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ
സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള അരി നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലിഡ് വെച്ചിട്ട് അടയ്ക്കാം. കുക്കറിൽ നമുക്ക് 2 വിസിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കറക്റ്റ് 2 വിസിലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം. അത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുക്കറിൻ്റെ വിസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ആറി കഴിഞ്ഞിട്ടാണ് ഞാനത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ പുലാവ് ഈ ഒരു പരുവത്തിൽ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇട്ടിട്ടുള്ള ഗ്രാമ്പൂ, ബേ ലീവ്സ് എല്ലാം നന്നായിട്ട് മുകളിൽ പൊന്തി കിടപ്പുണ്ട്. അപ്പോൾ അത് താല്പര്യമില്ലാത്തവർക്ക് അത് എടുത്ത് മാറ്റാം. എന്തായാലും നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എനിക്ക് നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.